ഏത് രോഗിക്കും സർജറി കഴിഞ്ഞാൽ എക്സ്റേ സർജറിക്ക് ശേഷം എടുക്കണമെന്ന് നിയമമുണ്ട്. അല്ലെങ്കിൽ എല്ലാ സർജറിക്ക് ശേഷം എടുക്കാറുണ്ട്. പക്ഷേ അവിടെ എക്സ്റേ സർജറിക്ക് ശേഷം എടുത്ത എക്സ്റേ ഈ കുടുംബത്തിനെ ഒന്ന് കാണിക്കാൻ ഡോക്ടർ തയ്യാറായില്ല. അന്ന് ഈ സർജറി കഴിഞ്ഞിട്ട് എടുത്ത എക്സ്റേയിൽ ഇത് തെളിഞ്ഞിട്ടുണ്ട് എന്നത് ഡോക്ടറിന് ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ കുടുംബത്തിനോട് നിയമമുണ്ട്, ശരിയാണ്, പക്ഷെ എക്സ്റേ എടുത്തിട്ടുണ്ട്, അതിന് വിധേയമായിട്ടുണ്ട് എന്ന് സുമയ്യ തന്നെ പറഞ്ഞു അല്ലേ? എക്സ്റേ എടുത്തിട്ടുണ്ട്. ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ അത് കൊടുത്തിട്ടില്ല, ആ എക്സ്റേ കൊടുത്തില്ല. പിന്നെ ആ കുടുംബം വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യുകയാണ് അന്ന് ചെയ്തത്. ശ്രീ സബീർ, ഈ വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ 10-11 മണിക്ക് മാതൃഭൂമി ന്യൂസിൽ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം ബ്യൂറോ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചികിത്സാ പിഴവുണ്ടാകുന്നു, അതിൻ്റെ പേരിൽ ഈ ഗൈഡ് വയർ ഉള്ളിൽ കുടുങ്ങി, നെഞ്ചിൽ കുടുങ്ങി സുമയ്യ കഴിഞ്ഞ കുറേ നാളുകളായി ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അവിശ്വസനീയമായ ഒന്നായിരുന്നു. കാരണം ഇത്രമേൽ ഗുരുതരമായ സ്വഭാവത്തോടു കൂടിയുള്ള വീഴ്ച ഒരു ശസ്ത്രക്രിയക്കിടെ ഉണ്ടാവുക, അതുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിന് പരിഹാരം കാണാതെ ഇത് തുടരട്ടെ, ഇതുകൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന നിലപാട് ഒരു ആരോഗ്യ മേഖല സ്വീകരിക്കുക, ഡോക്ടർമാർ സ്വീകരിക്കുക എന്നതുപോലും പ്രാഥമികമായി വാർത്ത വരുമ്പോൾ പോലും അവിശ്വസനീയമായിരുന്നു. എവിടെ വെച്ച് എന്തു പിഴവ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ബന്ധുക്കൾ മനസ്സിലാക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സുമയ്യ പറയുന്നത്? 2023 3-ാം മാസം അഡ്മിറ്റായി സുമയ്യ. സർജറി നടന്നത് അതേ മാസം തന്നെയാണ് 22-ാം തീയതി, 2 ദിവസത്തിനുള്ളിൽ സർജറി നടന്നു. ഈ സർജറിക്ക് മുമ്പ് തന്നെ ഡോക്ടർ രാജീവുമായി നിരന്തരം ചികിത്സയുടെ ആവശ്യമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ 2 വർഷത്തിന് ശേഷം, അതായത് 2025 മാർച്ച് 2-ന് സുമയ്യ ഈ ഗ്രന്ഥി, അതായത് തൈറോയ്ഡ് ഗ്രന്ഥി മാറ്റിയതിൻ്റെ പേരിൽ RCC ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് RCCയുടെ നിർദ്ദേശപ്രകാരം ഒരു എക്സ്റേ എടുത്തിരുന്നു. ആ എക്സ്റേയിലാണ് ഇത് തെളിഞ്ഞത്. അതായത് സുമയ്യയുടെ ഉള്ളിൽ 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയർ ഉണ്ട് എന്ന് തെളിഞ്ഞത്. പക്ഷെ അതിനുശേഷം ഈ ഡോക്ടർ ഡോക്ടറിനെ ഈ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. അന്ന് RCCയുടെ ഡോക്ടർ അടക്കം പറഞ്ഞത് ഇത് പരാതി കൊടുക്കണം, ഇത് ഡോക്ടറിനെ പറ്റി ഏറ്റവും വലിയ വീഴ്ചയാണെന്ന് RCCയുടെ ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഈ കുടുംബം, അതായത് സുമയ്യയും സുമയ്യയുടെ അമ്മയും മാത്രമാണ് ഈ ചികിത്സയുടെ തുടക്കം മുതൽ ഈ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഇത് ബന്ധു എന്ന നിലയ്ക്ക് എന്നോട് ഈ കാര്യം ഓർമ്മപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡോക്ടറെ വിളിക്കുകയാണ് ചെയ്തത്. ഞാൻ വിളിച്ചു, ഈ സർജറിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നടന്ന എക്സ്റേയിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, എന്താണ് ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അവിടെ ഒരു വീഴ്ച പറ്റി എന്ന ഒരു കാര്യം ഡോക്ടർ എന്നോട് പറയുകയുണ്ടായി. പക്ഷേ അതിനുശേഷം ഞാൻ പറഞ്ഞു, ഡോക്ടർ മാത്രമായിരിക്കില്ലല്ലോ, കാര്യം ആ യൂണിറ്റിലെ മുഴുവൻ ആളുകളും ചേർന്ന് ചെയ്തതാണല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, എൻ്റെ നിയന്ത്രണത്തിലാണ്, പക്ഷേ ഞാൻ ഇതിലൊരുവിധ ബന്ധവുമില്ല. പക്ഷെ നമുക്ക് സംശയിക്കേണ്ട ഒരു സംഗതി, സർജറി ഏത് രോഗിക്കും സർജറി കഴിഞ്ഞാൽ എക്സ്റേ സർജറിക്ക് ശേഷം എടുക്കണമെന്ന് നിയമമുണ്ട്. അല്ലെങ്കിൽ എല്ലാ സർജറിക്ക് ശേഷം എടുക്കാറുണ്ട്. പക്ഷേ അവിടെ എക്സ്റേ സർജറിക്ക് ശേഷം എടുത്ത എക്സ്റേ ഈ കുടുംബത്തിനെ ഒന്ന് കാണിക്കാൻ ഡോക്ടർ തയ്യാറായില്ല. അന്ന് ഈ സർജറി കഴിഞ്ഞിട്ട് എടുത്ത എക്സ്റേയിൽ ഇത് തെളിഞ്ഞിട്ടുണ്ട് എന്നത് ഡോക്ടറിന് ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ കുടുംബത്തിനോട് നിയമമുണ്ട്, ശരിയാണ്, പക്ഷെ എക്സ്റേ എടുത്തിട്ടുണ്ട്, അതിന് വിധേയമായിട്ടുണ്ട് എന്ന് സുമയ്യ തന്നെ പറഞ്ഞു അല്ലേ? എക്സ്റേ എടുത്തിട്ടുണ്ട്. ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ അത് കൊടുത്തിട്ടില്ല, ആ എക്സ്റേ കൊടുത്തില്ല. പിന്നെ ആ കുടുംബം വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യുകയാണ് അന്ന് ചെയ്തത്. പക്ഷേ അന്ന് തന്നെയാണ് ഡോക്ടറിന് അറിയാൻ വരുന്നത്, കഴിഞ്ഞ 2 വർഷം ഈ ഡോക്ടർ ഇതിനെ മറച്ചു വെച്ചു. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പാണ് RCCയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എക്സ്റേ എടുത്തപ്പോഴാണ് ഈ കുടുംബം അറിയണത്. അതുവരെയും ഡോക്ടർ എന്ത് ചെയ്യില്ല. പക്ഷേ അതിനുശേഷം സുമയ്യ നിരന്തരമായി ഇത് അറിഞ്ഞതിന് ശേഷം ഡോക്ടറുമായി നിരന്തരമായി ഈ ഒരു കാര്യം കാര്യം സുമയ്യക്ക് ശ്വാസം മുട്ടൽ, അതോടൊപ്പം തന്നെ കാലിൽ നീര്, ഇങ്ങനെയൊക്കെ ഈ സർജറിക്ക് ശേഷം കണ്ടിരുന്നു.
ഇതൊരു ഈ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് പരാതി പറയാൻ, അതോടൊപ്പം തന്നെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ രാജീവ് ഡോക്ടർ അടങ്ങുന്ന കുറച്ച് ആളുകൾ ഈ സുമയ്യയും സുമയ്യയുടെ അമ്മയെയും വിളിച്ച് ഒരു വിദഗ്ധ സമിതി കൊണ്ട് അവിടെ കൊണ്ട് ആ സമിതി ഡോക്ടർമാരൊക്കെ വരുന്നുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് നമുക്കൊരു പരിഹാരം കാണാം, നിങ്ങളിത് പരാതിയൊന്നും പുറത്ത് കൊടുക്കരുത്, കാരണം ഇത് ഒരു അബദ്ധം പറ്റിയെന്ന രീതിയിലാണ്. പക്ഷെ ആ രീതിയിൽ ഇവരെ ഒരു സമാധാനപ്പെടുത്തി ആ കുടുംബത്തിനെ നിരന്തരം ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ അല്ലാതെ ആ സുമയ്യക്ക് തുടർ ചികിത്സയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സുമയ്യക്ക് വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നും പരിഹരിക്കാൻ ഈ പറഞ്ഞ രീതിയിൽ ഡോക്ടർമാർ ഇടപെട്ടിട്ടില്ല. ഈ ഇടയ്ക്ക് RCC പോയതിനു ശേഷം കുറച്ച് സാമ്പത്തിക കൈമാറ്റം നടത്തുകയും അത് കൊടുത്ത് അത് സുമയ്യ ഈ എക്സ്റേ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് സുമയ്യ അറിഞ്ഞു എന്ന് ഡോക്ടർ അറിഞ്ഞതിന് ശേഷം എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ഒരു 5000 രൂപ, അല്ലാതെ മൊത്തം ഒരു 5000, ടോട്ടൽ ഒരു 5900 രൂപ, എന്തോ 6590 രൂപ അത് സുമയ്യയുടെ ഗൂഗിൾ പേയിൽ ഈ രാജീവ് ഡോക്ടർ അയച്ചു കൊടുത്തിരുന്നു. മിസ്റ്റർ സബീർ, ഞാൻ ഒറ്റ കാര്യം കൂടി അങ്ങോട്ട് ചോദിച്ചോളട്ടെ. ഇതല്ലാതെ തുടക്കത്തിലോ മറ്റോ ഈ സുമയ്യയിൽ നിന്ന് പണം ആരെങ്കിലും സ്വീകരിക്കുന്ന സമീപനമുണ്ടായോ? പണം വാങ്ങുന്ന പ്രശ്നമുണ്ടായോ? സുമയ്യയുടെ മാത്രമല്ല, ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർ പുറത്ത് ഒരു നെടുമങ്ങാട് എന്ന സ്ഥലത്ത് ഒരു കൺസൾട്ടിങ് ഈ ജനറൽ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അവിടെ ഈ രോഗികളായ ആളുകൾ അവിടെ പോയിട്ട് ഡോക്ടറിനെ കാണുകയും പൈസ കൈമാറുകയും ചെയ്യുന്നുണ്ട്. അതുമാതിരി സുമയ്യയും ചെയ്തു. സുമയ്യയും ഈ പറഞ്ഞ രീതിയിൽ എപ്പോഴും ഒരു എമൗണ്ട് അല്ല, പോകുമ്പോഴൊക്കെ കൈക്കൂലി എന്ന നിലയ്ക്ക് ഡോക്ടറിന് കൊടുക്കുന്നുണ്ട്. കാരണം ഓപ്പറേഷൻ്റെ ഡേറ്റ് പെട്ടെന്ന് കിട്ടണം. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, 20-ാം തീയതി അഡ്മിറ്റ് ആകുന്നു, 22-ാം തീയതി സർജറി നടത്തുന്നു. അതായത് 2 ദിവസത്തിനുള്ളിൽ സർജറി നടത്തുന്നതിന് വേണ്ടി ഡോക്ടർ സാമ്പത്തികമായി ഇവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ശരി, അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പണം എക്സ്റേ എടുക്കാനടക്കം തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം കൂടി. ഒറ്റ കാര്യം കൂടി സബീർ ചോദിച്ചോട്ടെ, അതായത് എക്സ്റേ എടുക്കാനുള്ള പൈസ എന്തായാലും ഡോക്ടർ അങ്ങോട്ട് മനസ്സലിഞ്ഞു കൊടുക്കുന്നതല്ലോ. ഈ പ്രശ്നമുണ്ട്, ഇത് വലിയ പ്രശ്നവും വാർത്തയുമായാൽ പുറത്തറിഞ്ഞാൽ പരാതി കൊടുത്താൽ പെടും എന്ന തിരിച്ചറിവിൽ ഡോക്ടർക്ക് തന്നെ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ സാമ്പത്തിക കൈമാറ്റം. അതെ അതെ അതെ, ഡോക്ടർ പരമാവധി ഇവരെ പരാതി കൊടുക്കാതിരിക്കുന്നതിനുള്ള ഇടപെടൽ ഡോക്ടർ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡോക്ടർ ഗൂഗിൾ പേ വഴി ഇവർക്ക് പൈസ കൈമാറി എക്സ്റേ എടുക്കുന്നതിനുള്ള ഇടപെടൽ നടത്തിയത്. ശരി ശ്രീ സബീർ, ഞാൻ വരാം, അങ്ങയിലേക്ക് അങ്ങ് തുടരണം.